കേരളത്തിൽ കോൺഗ്രസ് തകരുമെന്ന പ്രതീക്ഷയായിരുന്നു ഇന്നലെ 12 മണി വരെ. അതിനുശേഷമാണ് ജനകീയ പ്രഖ്യാപനമുണ്ടാകുന്നത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള. ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുള്ള അഥവാ കോൺഗ്രസിന്റെ നേരിട്ടുള്ള ഭരണമുള്ള 3 സ്റ്റേറ്റുകളേ ഉള്ളൂ. 1 സിദ്ധരാമയ്യയുടെ കർണാടക, 2 എ രേവന്ത് റെഡ്ഡിയുടെ തെലുങ്കാന, 3 സുഖീന്ദർ സിംഗ് സുഖ്വിന്റെ ഹിമാചൽ പ്രദേശ്. ഇപ്പോൾ 4ാമതായി കിട്ടിയ സംസ്ഥാനമാണ് കേരളം, അതും തിളക്കമുള്ള വിജയത്തോടെ. എന്നാൽ ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിന് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ കണ്ടെത്താനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുമായത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കേരളത്തിലെ UDFന്റെ അമരക്കാരനായ വി.ഡി. സതീശനെ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം കാണാതെ പോയതോ, കേരളത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമവാക്യം തെറ്റുമെന്ന ഭയത്താലോ 10 ദിവസത്തിലധികം എടുത്തു വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ. ഭൂരിഭാഗം MLA-മാരുടെയും AICCയിലെ പല പ്രമുഖരുടെയും പിന്തുണ KC വേണുഗോപാലിനാണെന്നത് ഒരു പരിധിവരെ KCയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കാൻ കാരണമായി. പക്ഷേ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കാതെ പോയൊരു സത്യമുണ്ടായിരുന്നു. അത് ആ മുൻതൂക്കമുണ്ടാക്കിയ MLA-മാരെ വിജയിപ്പിച്ചെടുത്തത് ഇവിടുത്തെ ജനങ്ങളാണ് എന്നുള്ളതാണത്. അങ്ങനെ ആളും തരവും നോക്കാതെ ഈ MLA-മാരെ വിജയിപ്പിച്ചെടുത്തത് വി.ഡി. സതീശൻ എന്ന തേരാളിയെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച ജനങ്ങൾ തന്നെയാണ്. ഈ MLA-മാരെ തെരഞ്ഞെടുത്തത് ഇവിടുത്തെ കോൺഗ്രസുകാരും ലീഗുകാരും മാത്രമല്ല, അതിലുപരി കേരളത്തിലെ പിണറായി ഭരണത്തിന് അന്ത്യം കുറിച്ച് തികച്ചും ജനപ്രാതിനിധ്യമുള്ള ഒരു ഉറച്ച ഗവൺമെന്റ് വി.ഡി. സതീശന്റെ കീഴിൽ കേരളത്തിൽ അധികാരത്തിൽ വേണമെന്ന് ഉറച്ചു തീരുമാനമെടുത്ത ഇടതിന്റെയും ജമാഅത്തിന്റെയും BJPയുടെയും അടക്കം വോട്ടർമാരാണ്. ആ വോട്ടർമാരാണ് ഭരണമാറ്റത്തിന് ചുക്കാൻ പിടിച്ചതും വി.ഡിയെ മുഖ്യമന്ത്രിയായി കണ്ടതും. KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ ഒരിടത്തും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇടം പിടിച്ചിരുന്നില്ല. ചില ഊഹാപോഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു KC. ഇലക്ഷനിൽ UDFന്റെ വിജയം എക്സിറ്റ് പോളുകൾ മുന്നോട്ട് വെച്ചപ്പോഴും UDFന്റെ വിജയം പൊൻതാലത്തിൽ വെച്ച് ജനങ്ങൾ കേരളത്തിന് മുന്നിൽ സമർപ്പിച്ചപ്പോഴുമാണ് KC വേണുഗോപാലിനെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പിന്നീട് വരച്ചു ചേർത്തത്. എന്തുകൊണ്ട് KCയെ കളത്തിന് പുറത്ത് നിർത്തുന്നു ജനങ്ങൾ എന്ന് ചോദിച്ചാൽ അതിനുത്തരം KCക്കും ജനങ്ങൾക്കും പറയാനുണ്ട്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസില് അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം ഇപ്പോൾ ഇല്ലേ. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല. കേരളത്തിലെ കോൺഗ്രസിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെ പശ്ചാത്തലം ഇപ്പോഴില്ല. ഞാൻ മത്സരിക്കാനില്ല. ഇത് ആർജവമുള്ള ആത്മാർത്ഥതയുള്ള നിലപാടുള്ള നേതാവിന്റെ വാക്കുകൾ. KCയുടെ ഉറച്ച നിലപാട്. വലിച്ചിഴക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കോൺഗ്രസിനകത്ത് എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDFൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നത്. ഇതിലപ്പുറം ഒരു നേതാവ് നയം വ്യക്തമാക്കുക എങ്ങനെയാണ്? ഇതിലപ്പുറം മറ്റു നേതാക്കൾക്ക് ഇനി എന്തു പാഠമാണ് വേണ്ടത്? അത് അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രശ്നം ഇപ്പോഴുണ്ട്. ഈ പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി എന്ന് നമ്മൾ പറയില്ലേ. എത്രയോ നേതാക്കളാണ് ഇപ്പോൾ KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി, താങ്കൾക്ക് വേണമെങ്കിൽ വരാം, രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നു, വി.ഡി. സതീശനുണ്ട്, K. മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്. എങ്ങനെ അക്കോമഡേറ്റ് ചെയ്തു? കുഴപ്പമില്ല. എന്നെ ഇപ്പൊ എല്ലാവരും പ്ലസ് ആയിട്ട് പറയുന്നത് താങ്കളെയാണ്. ആദ്യത്തെ പ്ലസ് അല്ല, എന്നെ മൈനസ് ചെയ്തോളൂ. ഈ പറയുന്ന ആർക്കും ആഗ്രഹം വരുന്നതിൽ ഒരു കുഴപ്പവും പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്കാർക്കും ഈ മുഖ്യമന്ത്രി മോഹം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മോഹം ഉണ്ടാവും, മുഖ്യമന്ത്രി ആകണമെന്ന് മോഹം ഉണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടാവും. അത് ഉണ്ടായിക്കോട്ടെ. ഇവിടെ അധികാരമുഖം ലവലേശമില്ലാത്ത നിലപാടുകളുടെ രാജകുമാരനായി KC കത്തിക്കയറുകയാണ്. ഇതിലപ്പുറം രാഷ്ട്രീയ നിസ്വാർത്ഥതയ്ക്ക് മറ്റെന്തു വേണം? ഞാൻ അടക്കമുള്ള നേതാക്കന്മാർ ഒരു കാര്യത്തിൽ അതിനകത്ത് തീരുമാനമെടുത്തേ പറ്റുള്ളൂ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളോ ഈഗോകളോ ഒന്നും സംഘടനയുടെ മുന്നോട്ടുള്ള വളർച്ചയിലോ വിജയത്തിലേക്കുള്ള പാതയിലോ വഴിമുടക്കികളായി നിൽക്കുന്നത് നമുക്ക് ആർക്കും ഗുണകരമാവില്ല, അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അത് എല്ലാവരും സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നേ പറ്റൂ എന്നുള്ള കാര്യം സംശയം. ഞാനടക്കമുള്ള സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും പാർട്ടിക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു തികഞ്ഞ ബുദ്ധിയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും, ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കൃത്യമായ നയങ്ങളും കടുത്ത നിലപാടുകളുമുള്ള നിശ്ചയദാർഢ്യമുള്ള ആ KC പിന്നെ എവിടെയാണ് എത്തിയത്? അധികാരത്തിന് ലവലേശം ആഗ്രഹമില്ലാത്ത, പാർട്ടിയുടെ കെട്ടുറപ്പിന് കോട്ടം തട്ടാൻ
ഒരു വ്യക്തിയുടെയും ആഗ്രഹങ്ങൾ കാരണമാവാൻ പാടില്ലെന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ പിന്നെ എവിടെയാണ് ചെന്നെത്തിയത്? ആ വേണുഗോപാലാണ് ഒരുപറ്റം MLA-മാരെ വിലക്കെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മത്സരരംഗത്ത് ഒന്നാമതായി നിന്നത്. ഒന്നോർക്കണം, കെ സി വേണുഗോപാൽ ഈ മത്സരരംഗത്തേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ദുർഘടസന്ധി എന്നോ എപ്പോഴോ പരിഹരിക്കപ്പെട്ടേനെ. AICC ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ അടങ്ങുന്ന കേന്ദ്ര സമിതിയും KPCC-യും ചേർന്നെടുത്ത കടുത്ത തീരുമാനമായിരുന്നു MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന്. കെ സിയെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരിക വഴി അത് കോൺഗ്രസിന്റെ നയങ്ങളെയും നിലപാടുകളെയും അവർ തന്നെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈ മത്സരരംഗത്ത് നിന്ന് കെ സി സ്വയം പിന്മാറണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നയമുള്ള ഒരു നേതാവായി മാറിയിരുന്നു കെ സി. അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കെ സിക്ക് അനുകൂലമായിരുന്നെങ്കിൽ അതൊരു പറ്റം നേതാക്കന്മാരെ സന്തോഷിപ്പിക്കുകയും ഒരു കൂട്ടം MLA-മാരെ ചേർത്ത് നിർത്തുകയും ചെയ്തേക്കാം. പക്ഷേ അണികളുടെ പൊട്ടിത്തെറി താങ്ങാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തപ്പോൾ ഒരുപക്ഷെ ചില നേതാക്കളുടെ അതൃപ്തിക്കും ചില MLA-മാരുടെ മുറുമുറുപ്പിനും കാരണമായിട്ടുണ്ടായേക്കാം. എന്നാൽ പാർട്ടി അണികളിൽ കാര്യമായ പൊട്ടിത്തെറിയോ രാജിയോ സംഭവിക്കില്ല. ഈ VD സതീശന്റെ മുഖ്യമന്ത്രി പദ പ്രഖ്യാപനത്തോടെ കോൺഗ്രസ് ഒരു ഭയങ്കര ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അതാണ് പലരും സ്വപ്നം കണ്ടിരുന്ന ബൈ ഇലക്ഷനും ആ തെരഞ്ഞെടുപ്പിലെ കെ സി വേണുഗോപാലിന്റെ തോൽവിയും. അതില്ലാതെയാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് തന്നെ ഏറ്റവും വലിയ വിജയമാണ്. പണ്ടത്തെ പോലെ ആളുകളിലെല്ലാം തന്നെ പെട്ടെന്ന് മറക്കണമെന്നില്ല. ഇപ്പോൾ VDക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ജനങ്ങൾ പാർട്ടിയുടെ ശാസന കേട്ട് കെ സിക്ക് വോട്ട് ചെയ്യണമെന്നുമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ കെ സി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്താൽ പാർട്ടിക്ക് ഒരു MLA-യുടെ കുറവല്ല ഉണ്ടാവുക, മറിച്ച് പാർട്ടി പാടെ തകർന്നു പോവുകയാണ് ഉണ്ടാവുക. അവിടെ പാർട്ടിക്കാർ തന്നെ തോൽപ്പിച്ച ദുരന്തം പാർട്ടിക്കുണ്ടാവുകയും കോൺഗ്രസിൽ ചേരിതിരിവുകൾ ശക്തമാവുകയും കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തമായ അടിത്തറ ഇളകുകയും ചെയ്തേനെ. ഇപ്പോൾ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും പാർട്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. അത് പാർട്ടി നേതൃത്വത്തിന് കെ സിയെ ഒരുവിധം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. എന്നിട്ടും പകയടങ്ങാത്ത ഒരൊറ്റയാനെ പോലെ കെ സി VD സതീശന് നേരെ ഒരു ചാട്ടുളി എറിഞ്ഞിട്ടുണ്ട്. ഒപ്പം രമേശ് ചെന്നിത്തലയെ മെരുക്കിയെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്തിരിക്കുന്നു നേതൃത്വത്തിന് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചെന്നിത്തല രംഗത്ത് നിന്നും തൽക്കാലത്തെങ്കിലും മാറി നിന്നത്. നിയുക്ത മുഖ്യന് ആശംസകൾ അർപ്പിക്കുകയോ സ്വാഗതം ചെയ്യുകയോ പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാതെ മാറി നിൽക്കുകയോ ചെയ്യുക വഴി രമേശ് ചെന്നിത്തല തീരെ തരം താഴുകയാണ് ചെയ്തത് എന്ന് പറയാതെ വയ്യ. കെ സി സ്വമേധയാ ഞാൻ മത്സരരംഗത്തേക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അത് അത്രത്തോളം പാർട്ടിക്ക് ഗുണം ചെയ്യുകയും കെ സിയുടെ ഗ്രാഫ് പ്രതീക്ഷക്കൊത്ത് ഉയരുകയും ചെയ്തേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ചെന്നിത്തലയെ മെരുക്കാനും എളുപ്പമായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയാംബുദിയിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ VD സതീശന് അനുകൂലമായിരുന്നു. ആ തിരമാലകളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് അതിനേക്കാൾ വലിയ സുനാമി തിരകളായി വന്ന് എല്ലാം നശിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്തേനെ. അവസാന നിമിഷമെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഉചിതമായ നിലപാടാണ് പാർട്ടിയെ കൂടുതൽ പരിക്കുകളില്ലാതെ രക്ഷിച്ചത് എന്ന് പറയാം. അറിഞ്ഞു തുഴയാൻ പഠിച്ചാൽ ഏത് കടലിലും തോണിയിറക്കാം, മറുകരയിലേക്ക് തുഴഞ്ഞു പോകുകയുമാവാം.